ഹലോ ഗൈസ്, വെൽക്കം ടു അനുരാധാസ് വ്ളോഗ്സ്. സുഖനൊക്കെ എല്ലാവർക്കും. അപ്പൊ ഞാന് എൻ്റെ ക്യൂട്ട് സ്പൈഡർമാനെ കാണിച്ചേക്കാം. എന്താ സ്പൈഡർമാന് ഇന്നലെ സൂചിയൊക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇന്നലെ. അപ്പോൾ സൂചിയൊക്കെ വെച്ച് ആർക്ക് ചെയ്യുന്നു ഹോസ്പിറ്റലിൽ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് സീരിയസ് ചെയ്യുന്നു. അപ്പോൾ മേ ബി എല്ലെങ്ങാനും പൊട്ടിയെന്ന് തോന്നുന്നു അമ്മേന്റെ. അപ്പോൾ ഇന്ന് ഓർത്തോനെ കാണിക്കാൻ പോവാട്ടോ. എന്തായാലും അവിടെ കാണിച്ചു വരാ എന്താ പറയണേന്ന്. എങ്ങനെയുണ്ട് അമ്മ? ഏങ്ങി നടന്നിട്ട് അമ്മ ഏങ്ങിട്ടാട്ടോ നടക്കുന്ന. അമ്മയ്ക്ക് നേരക്ക് നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്ത് ഈ പറ്റ ഇന്റെ തലയ്ക്കാണ് വരെ. എനിക്ക് അച്ഛനൊന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിട്ട് പാവാണ്. രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ അല്ലേ അമ്മ അച്ഛനട്ടോ ഉണ്ടാക്കി പണിക്ക് പോയത്. എനിക്കറിയാത്തോണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റാ അച്ഛന്. അമ്മക്ക് രാവിലെ അച്ഛന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് വേഗം പോയി. രണ്ടു പ്രാവശ്യം വിളിച്ചു പോയി അറിഞ്ഞിട്ട് ഫോൺ വിളിച്ച അച്ഛൻ പണി സ്ഥലത്തുനിന്ന് കാണിക്കാൻ പോയോന്നൊക്കെ 2 പ്രാവശ്യം. കെയറിങ് ഹസ്ബൻഡ് ആണ്. അമ്മയ്ക്ക് എന്താ കെയറിങ്? അമ്മന്റെ കാല് നല്ല വീങ്ങി കിട്ടോ. എന്താട്ടോ കാല് ഇവിടെ നല്ല വീങ്ങി. എന്താണമ്മ, ഞാൻ തൊടുന്നില്ല, നല്ല വീങ്ങിട്ട് കേട്ടോ. അപ്പം ഇന്നിപ്പൊ പോവാണ്. ഏട്ടപ്പ വിളിച്ചിരുന്നു, ഓട്ടോക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇനി ബസ്സിൽ പോണോ? ബസ്സിൽ പോണ്ട, ഇനി അമ്മ ഒരിക്കലും ബസ് കയറില്ല കേട്ടോ. ഇന്ന് ബസ്സിൽ പോവാമ്മ. മതിയായോ ബസ്സില്? ആദ്യമായിട്ട് ബസ് കേറിയത്. ആദ്യമായിട്ടല്ല, അവൻ കേറലുണ്ട്, പക്ഷെ കുറവാണ്. നമ്മ കോഴിക്കോട് വരെ പോവാണെങ്കിൽ 600 രൂപ കൊടുത്തിട്ട് ഓട്ടോറിക്ഷയിലേ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ കയറ്റിയതാ ബസ്സില്. കയറ്റിയതോ ലാസ്റ്റ് ആയി പോയി, കുടുങ്ങി. അപ്പൊ നമ്മൾ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കാം എന്താ പറയണേന്ന്, അല്ലേ മമ്മ? ഓക്കെ ഗൈസ്, അമ്മ വിളിച്ചേറി. എക്സ്റേക്ക് വന്നതട്ടോ. പ്ലാസ്റ്റർ കഴിഞ്ഞു. പ്ലാസ്റ്റർ ചെയ്തു. എങ്ങനെയുണ്ടമ്മ? എത്ര ദിവസം റെസ്റ്റ് പറഞ്ഞേ? 1 മാസം. അതെ, 1 മാസം. സ്പൈഡർമാൻ ആയതാണല്ലേ? അമ്മ വീട്ടിൽ വന്നു. എങ്ങനെയുണ്ട് അമ്മ? ഇതാട്ടോ കാല്. 1 മാസം വരെ ഇനി അമ്മ ഈ കടുപ്പിൽ തന്നെ ഉണ്ടാവും. എങ്ങനെയുണ്ട് അമ്മ? നമസ്കാരം. അമ്മയ്ക്ക് ഭയങ്കര കെയറിങ്ങാ. അറിയാം, ഇന്നലെ ഇട്ട വീഡിയോയിൽ എല്ലാരും പറയുന്നുണ്ട് അമ്മനെ ഭയങ്കര നല്ലമ്പോക്ക് സൂക്ഷിക്കണം എന്നൊക്കെ. ഗൈസ്, മമ്മയ്ക്കില്ലേ മാഗി കഴിക്കാൻ പോകും. തട്ടേട്ടൻ മാഗി ഉണ്ടാക്കി കൊടുത്തിരിക്ക. എങ്ങനെയുണ്ടമ്മ? അടിപൊളി. ഇവിടെ എനക്കുണ്ട് മാഗി കഴിക്കാം. ഗൈസ്, ഇതാ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന അമ്മ. ഇന്ന് അച്ഛനോട്ടുണ്ടാക്കിയ സോയാബീനും കിഴങ്ങും ചോറും. എങ്ങനെയുണ്ടമ്മ? അടിപൊളി, സൂപ്പർ. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരുത്തി പാല് കുടിച്ച. പാലില് മഞ്ഞപ്പൊടി. അമ്മയ്ക്ക് സുഖായി, പക്ഷെ എനിക്ക്
suka boleh mereka seperti അമ്മ അറിയാത്തിനാണോ സുഖം എന്ന് പറയാ. അമ്മക്ക് ഇരുന്നിട്ടൊക്കെ കിട്ടുന്നില്ലേ? എന്റെ ഊരെ പോയേ പണിയെടുത്ത്. ഒരു പണി എടുത്തിട്ട് ഒരു എനിക്ക് ബൈറ്റാൽ ഉടുക്കുക. അമ്മ അറിയാണ്ട് പണിയെടുത്തിട്ട് ഊരെ പോയി ഇരുന്ന് പോയി. ഇതാണ് അമ്മയ്ക്ക് പറ്റിയാൽ ഇതാണ് സംഭവിക്ക. എന്റെ അവസ്ഥ ഉറങ്ങിയിട്ടില്ല ഞാനിതാ എന്റെ കണ്ണ്. എന്ത് ആയോ? ഒരു മിനിറ്റ്, അമ്മന്റെ കാല് ശരിയാക്കി കൊടുക്കുക. മലയാളത്തില് പറയും. ശരി, റെസ്റ്റ് സുഖാണ്. ഉറങ്ങിയൊക്കെ കിട്ടുന്നുണ്ട്, ബെഡ് ഫുഡ് കിട്ടുന്നുണ്ട്. ഊര് ഊരെ പോയി. ഒരു മാസം വരെ അമ്മയ്ക്ക് ഇതേമാതിരി സുഖത്തിൽ കിടക്കാം. ഒരു മാസം ട്ടോ, അതില് ഞാൻ ചെലപ്പം ചത്തോവും. ഒരു മാസല്ല, 2-3 ദിവസം. പിന്നെ ഞാൻ കുത്തി വേണ്ട, ഫുഡ് അച്ഛൻ ഉണ്ടാക്കി തട്ടോ. അതുകൊണ്ട് കുറച്ചൊരു അസ്വസ്ഥത ഉണ്ട്. ഫുഡും കൂടി എന്റെ തലയിൽ വന്നാ ഞാൻ സത്യം ഞാൻ ഉണ്ടാവൂലേന്ന്. എനിക്ക് പാത്രങ്ങള് ഇതൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ കോളേജ് ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് ഭാഗ്യായി. എനിക്ക് ഈ ആഴ്ച കോളേജ് ഇല്ല, അഡ്മിഷൻ നടക്കുന്നു. 2 ദിവസം മാത്രം. പിന്നെ അങ്ങനെ പോയിട്ട് അതാണ് അത് വെറുതില്ല. ഞാൻ അമ്മേനെ പേരിട്ടെ സ്പൈഡർമാൻ, കണ്ടില്ല? അതുകൊണ്ടാ അമ്മന്റെ പേര് സ്പൈഡർമാൻ ഇട്ടെ. 2 ദിവസം പിന്നെ അങ്ങനെ നടക്കും, അങ്ങനെ പറക്കും. പിന്നെ ഇനി അടുത്ത കാലിലാവും ട്ടോ. അമ്മയ്ക്ക് ഒരു ഇതിട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ ആവുന്നുള്ളത് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാ പറയുന്നുണ്ടോന്ന്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബ് ചാനല് 10K ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തതിന് ഭയങ്കര നന്ദി. എല്ലമ്മ താങ്ക് യു. നമ്മുടെ 10K ആയിട്ടോ അല്ലേ? ഇന്നാണ് കേട്ടോ ആയത് 10K. അമ്മ ചാടി എന്നീ കാലം തന്നെ 10K ആയപ്പോ സന്തോഷം കണ്ടു. അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലേ അമ്മ? പിന്നെ ഇതേമാതിരി കൂടെ ഉണ്ടാവണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി സത്യം നാട്ടിൽ പോകാൻ വിചാരിച്ചിരിക്കുന്നു കേട്ടോ. പക്ഷെ ഇനിയിപ്പം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തേ, സർപ്രൈസ് തരാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നു. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ സർപ്രൈസ് ഉണ്ടാവൂലല്ലോ. ഈ ടിക്കറ്റ് ക്യാൻസൽ ഇന്നൊക്കെ നേരത്തെ ക്യാൻസൽ ചെയ്ത് 5 ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു എൻ്റെ അമ്മേൻ്റെ. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് വേറെ സർപ്രൈസ് ആയി. ഈ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല. 10 ദിവസമല്ലേ ഉള്ളൂ, 10 ദിവസം കൊണ്ട് ഒന്നും നോക്കില്ല. അപ്പം പിന്നെ നോക്കാം. ദൈവം പറയാണ് ഇപ്പൊ പോവണ്ടെന്ന്. മഴയൊക്കെ അല്ലേ, അപകടങ്ങൾ ഇങ്ങനെ വരുന്നു. ഇപ്പൊ ആയില്ലേ വയനാടില് ലാൻഡ് സ്ലൈഡ് ആയപ്പോ അങ്ങനെ, അതുകൊണ്ട് പോണ്ട. അതൊന്നും ഈ സംഭവമായി. നിന്നിട്ട് ഞാൻ ആർക്കും അങ്ങനെ ചെയ്തില്ല. പഠിച്ചോനെ ദൈവത്തെ എന്തെനിക്ക് തന്നെന്ന് അറിയില്ല. ഞാൻ ജീവൻ വരെ വേണ്ടിട്ടാ ജീവൻ വരെ ആർക്ക് പക്ഷിയായാലേ ജാനവറായാലും ഞാൻ എല്ലാവർക്കും സുഖം. ഹിന്ദി മലയാളം മിക്സ്ഡ് ആണ്. ജാൻവർ ആനിമലിനാട്ടോ പറയുന്നത്. ജാൻവർ അതാണ് ജാനവർ പക്ഷി ഒക്കെ എല്ലാവർക്കും സുഖപ്പടിയ മലയാളത്തില് മൃഗം 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 മൃ മുറ് മൃ മുറിപ്പുറ ആനിമൽ ആനിമൽ. അപ്പൊ അങ്ങനെ ഇപ്പൊ പോവാ. ഓക്കെ, ഞാനും ഉറങ്ങാൻ പോവാ.
ഓക്കെ ഗൈസ്, ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കണം. ബൈ ബൈ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രാർത്ഥിയാക്കണം. എനിക്ക് കാൽ നല്ല സുഖമായിട്ട് വേഗം അതെല്ലാരും മാറും. ചെയ്യുന്നുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിലെ അമ്മന്റെ ഫാൻസ് ആണ് കൂടുതൽ. എല്ലാരും കെയർ ചെയ്യണം അമ്മേനെ എന്നൊക്കെ. എന്തായാലും എനിക്കത് കണ്ടിട്ട് സന്തോഷട്ടെ. ഞങ്ങൾക്ക് അത്രയ്ക്കും കെയർ ഉണ്ടല്ലോ അമ്മേനെ. അപ്പൊ അതൊക്കെ കാണുമ്പോ സന്തോഷം. ഞാൻ നിങ്ങളെല്ലാരും കമന്റ് അമ്മയ്ക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കരുത്. തൊട്ടിട്ട് ഞാൻ ചിരിക്കുക അപ്പൊ പറയുന്നത് വേദന എടുക്കുമ്പോ ചിരിക്കാം. അമ്മ എപ്പോഴും ഒരു അവനെ കൊണ്ടുപോയില്ലേ ചിയറില്, വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയി അവിടെ തട്ടി കാലി ചെറുങ്ങനെ സൈഡില്. അപ്പൊ പറയാ സോറി, അപ്പൊ ഞാൻ ചിരിക്ക. അതന്നെ ഇതാണ് അമ്മ. എപ്പം കണ്ടാലും ചിരി, സങ്കടായാലും ചിരി അല്ലേ. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ മാടി എത്രയേ ആളവിടെ അല്ലേ. അമ്മന്റെ കാട്ടി കൂടുതൽ അവസ്ഥ ആലോചിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പൊ തന്നെ ഭഗവാനെ ദൈവത്തോ അങ്ങനത്തെ സംഭവം ആർക്കാവട്ടെ. ഡോക്ടറിന് നല്ല ഡോക്ടർ ആവൂലേ, എത്ര ആൾ പോകുന്നുണ്ടല്ലോ. പ്രൈവറ്റിലാണല്ലോ പോയത്. പ്രൈവറ്റിലാട്ടോ പോയത്, ഗവൺമെന്റ് കേട്ടോ വേഗം മാറാൻ വേണ്ടിട്ട്. പ്രൈവറ്റിലല്ല അതന്നെ പറയും. എത്ര ആൾക്കാർ ഉച്ചക്കന്നെ എത്ര പൈസ പോയി? 1,00,000 ഉച്ചക്കനക്ക് ചെലവായിട്ടുണ്ടാവൂലേ. അമ്മന്റെ എത്ര അറിയോ? കുറച്ചു നേരം അവിടെ അരമണിക്കൂറായിട്ടുള്ളൂ. അരമണിക്കൂറില്ല, ഉള്ളില് കാണിക്കാൻ 10 മിനിറ്റ്. ഞങ്ങളെ ടിക്കറ്റ് മീൻസ് ഈ ടോക്കണൊക്കെ എടുത്ത് ഒരമണിക്കൂർ. അതില് 5,000 ഫിനിഷ്. അത് ഞങ്ങൾക്ക് എത്രയല്ലോ അത് മറ്റേ ചക്കനക്ക് ഫുള്ള് പോയല്ലോ. ഒരാളുണ്ട് 1,00,000 ആയിണ്ടാവും, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പ്രൈവറ്റിലാട്ടോ പോയത്. അമ്മയ്ക്ക് ESI ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അവിടേക്ക് പോയ ടൈം എടുക്കും. അവിടെ തന്നെ അഡ്മിറ്റ് ആക്കും 10 ദിവസം 1 മാസം. പോയില്ല കേട്ടോ ESIയില്, പ്രൈവറ്റ് പോയി. പക്ഷെ അവിടെ പോയാലും ഞങ്ങൾക്ക് അവിടെ പൈസ കിട്ടുണ്ടാവും. പക്ഷെ പ്രൈവറ്റില് ഈ ഓഫീസ് പോണോ, ഓഫീസ് പോണോ, ഓഫീസ് പോണോ, അമ്മയ്ക്ക് തീരെ നടക്കാൻ ഓഫീസ് ഓഫീസ് ഓഫീസ്. പിന്നെ ആരും എല്ലാരും ഉറങ്ങി, ഇപ്പൊ ആരും നീച്ചൂല. എല്ലാരും രാവിലെ പണിക്ക് പോകൂല. ഞാൻ രണ്ടാൾ മാത്രം ബലവല്ല. അമ്മയ്ക്ക് ഇന്ന് ഉറക്കം വരില്ല. അമ്മ രാവിലെ മൊത്തം ഉറങ്ങിയതാ. അയ്യോ, ഞാനേ ഉറങ്ങും, നല്ല ഉറങ്ങും. അഞ്ചേത്തി സംസാരിച്ച്, മോളോട് സംസാരിച്ച്. എല്ലാരും വീഡിയോ കോൾ ചെയ്തിട്ടോ ചേച്ചിമാരൊക്കെ. അമ്മന്റെ അനിയത്തി നാട്ടിൽ നിന്ന് എല്ലാരും വിളിച്ച് വീഡിയോ കണ്ട് എല്ലാരും അറിഞ്ഞു. വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ എല്ലാരും വിളിച്ചു, എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അച്ഛൻ്റെ അനിയൻ ഫോൺ വിളിച്ചു, എല്ലാരും വിളിച്ചു. അങ്ങനെ ഇനി 1 മാസം കഴിഞ്ഞിട്ടോ. അതിന്റെ ഇടയിൽ ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട. ഇനി 1 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. 7-ാം തീയതി അല്ല, 7-ാം തീയതി, അടുത്ത 7-ാം അറിയില്ല. ഒരാഴ്ച കാല് അണക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ അണക്കാം, കുഴപ്പമില്ല. ഓക്കെ, ബൈ ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആവും, ബിക്കോസ് നിങ്ങൾ രാവിലെ ആണ് കാണുന്ന വീഡിയോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓൾസോ. ബൈ ബൈ.